Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. സാമൂഹ്യ പ്രതിബദ്ധതയോടെ അങ്കമാലിക്കാരുടെ സ്വന്തം 714 ഉന്നതിയിലേക്ക്. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് ഉന്നതി 2024 സംഘടിപ്പിച്ചു. അങ്കമാലിക്കാരുടെ സ്വന്തം 714 എന്നാണ് അങ്കമാലി സർവീസ് സഹകരണ ബാങ്ക് അറിയപ്പെടുന്നത്. സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ സാമൂഹ്യ സേവന രംഗത്തും ജീവകാരുണ്യ മേഖലകളിലും ബാങ്ക് നടത്തിവരുന്ന പ്രവർത്തനങ്ങളാണ് ബാങ്കിനെ ഈ പേരിന് യോഗ്യമാക്കിയത്. SSLC, +2, CBSE, ICSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സഹകാരികളുടെ മക്കളെ ആദരിക്കുന്ന ചടങ്ങ് ഉന്നതി 2024 സഹകാരികളുടെയും കുടുംബാംഗങ്ങളുടെയും ഒത്തുചേരലായി. ആലുവ DYSP TR രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ട് വിദ്യാഭ്യാസ അവാർഡ് എന്ന് പറഞ്ഞ് എവിടെ വിളിച്ചാലും അവിടെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം ഞാനൊരു അധ്യാപകനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പ്രോത്സാഹനം നൽകുക എന്ന് പറയുന്ന ഒരു മനസ്സ്. നമുക്കറിയാം, ഇപ്പൊ 100 വർഷത്തോളമായി നമ്മുടെ ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഴയ കാലത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ബാങ്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അത്താണിയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പഴയ കാലത്ത് ഇന്ന് ഒരുപാട് ബാങ്കുകളും അതിന് അപ്പുറത്തേക്കുള്ള ഫൈനാൻസ് സ്ഥാപനങ്ങളൊക്കെ വന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പഴയ കാലത്തിൽ നിന്ന് ഇങ്ങനെ വളർന്നു വന്ന ഈ ബാങ്ക് ഇത്ര 100 വർഷത്തോളം യാതൊരുവിധ പ്രശ്നവുമില്ലാതെ വളർന്നു വന്ന ഈ ബാങ്ക്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നമ്മൾ എത്ര അഭിനന്ദിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ട്. അതിന് ശക്തമായിട്ടുള്ള നടപടികൾ നമ്മൾ എടുത്തു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ബാങ്ക് വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഒപ്പം ഞാനും ഒരു ബോർഡ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ബോർഡ് മെമ്പറിന്റെ മകനാണ് എന്നുള്ളൊരു അഭിമാനവും എനിക്കുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഇതേപോലെ ആ ബാങ്കിലും മക്കൾക്ക് ഇങ്ങനെ പ്രോത്സാഹനം നൽകി എൻ്റെ മകനും ലഭിച്ചു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ ഇതേപോലെ മുന്നിൽ കാണുന്നത്. നിങ്ങളാണ് നമ്മളുടെ അങ്കമാലിന്റെ മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിമാനമാകാൻ പോകുന്ന താരങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരിങ്ങനെ വാർത്തെടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ച അച്ഛനെയും അമ്മമാരും ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോ ചാവറ ദർശൻ സ്കൂളിൽ ഇപ്പൊ ഈ മീറ്റിങ്ങിന് വന്നേക്ക് മുമ്പ് എൻ്റെ മകന്റെ ഓപ്പൺ ഹൗസിൽ പങ്കെടുത്ത് വരികയാണ്. ഈ യൂണിഫോമിലൂടെ പോകുന്നത് കാരണം അവിടെ എപ്പോഴും ഇടക്ക് വരാറുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ മകന്റെ മാർക്കും കാര്യങ്ങളും പ്രോത്സാഹനവും ഒക്കെ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ വളരെ സന്തോഷമാണ്. ഒപ്പം നമുക്കറിയാം, പുതിയ കുട്ടികളോട് പറയാനുള്ളത്, ഇന്ന് സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരുപാട് തെറ്റിലേക്ക് പോകുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് പണ്ട് ഇപ്പോൾ ഇരിക്കുന്ന മാതാപിതാക്കളും നമ്മളടുത്ത് വന്ന് പറയും, സാർ ഞങ്ങളുടെ ഇപ്പൊ ഈ കാലഘട്ടത്തിലെ പോലീസ് സ്റ്റേഷനിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ മാതാപിതാക്കൾ വന്ന് പറയാണ്, സാർ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് പുതിയ തലമുറ പോകുന്നത്. പക്ഷെ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ അങ്ങനെയൊന്നുമല്ല, നല്ല കുട്ടികളാണ്. അതുപോലെ തന്നെ അധ്യാപകരും പറയുന്നു, സാർ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ കുട്ടികൾ കേൾക്കുന്നില്ല സാർ എന്നാണ് പറയുന്നത്. അപ്പൊ അധ്യാപകരെ പറഞ്ഞാൽ അനുസരിക്കാത്ത, രക്ഷകർത്താക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത, അതുപോലെ തന്നെ പഴയ കാലത്തൊക്കെ ഞങ്ങളിപ്പോ ഷിബുചാറിനൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പഴയ കാലത്തൊക്കെ ഞങ്ങൾ ജീവിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കുറെ ആൾക്കാര് ഇതേപോലെ ലീഡേഴ്സ് ആണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും പള്ളിയിലച്ഛനാണെങ്കിലും മറ്റുള്ളവർ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. ഇപ്പൊ അവര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു പുതിയ തലമുറയാണ് നമുക്ക് വളർന്നു വരുന്നത്. ഒപ്പം തന്നെ ഇനി നിയമത്തെയും ഭയമില്ലാത്ത ഒരു പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെയുള്ള നമ്മുടെ സാംസ്കാരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നമ്മൾ ഉന്നതിയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ബാങ്കുകൾ ഒക്കെ പ്രവർത്തിക്കുകയും ഒപ്പം നമ്മുടെ കുട്ടികളെ ഇത്തരം രീതിയിൽ ഉന്നതി എന്നതാണ് അവരുടെ പേരല്ലേ, ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം രീതിയിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതികൾ വന്നിരുന്നു. ഇത് നമ്മളെ വളരെ അതിനെ നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് പൊതുസമൂഹം അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്നത് ഒരുപാട് അഡിക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒന്ന് മൊബൈൽ അഡിക്ഷൻ,
മയക്കുമരുന്നിന്റെ അഡിക്ഷൻ, അല്ലാതെ ആന്റി സോഷ്യൽ അഡിക്ഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കരുതലോടുകൂടി എൻ്റെ കുട്ടികൾ പോകണം. കാരണം എന്താണ്, നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങളെ എടുക്കുന്നതിന് വേണ്ടി വലിയൊരു മാഫിയ കാത്തിരിപ്പുണ്ട്. അത് ചിലപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസവും 13 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിയാണ് ഒരു സ്ഥലത്ത് നിന്ന് മിസ്സാകുന്നത്. അവനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലഭിക്കുന്നത്. വലിയൊരു റാക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. പലപ്പോഴും അവനെ ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ കണ്ടെടുക്കുന്നത്. പോവുകയാണ് ഇവിടുന്ന് 13 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 14 വയസ്സുള്ള. അതുപോലെ തന്നെയാണ് പെൺകുട്ടികൾ രാവിലെ സുന്ദരമായിട്ടുള്ള ഡ്രസ്സുകൾ യൂണിഫോം ധരിച്ച് ബസ് കയറാൻ പോകുന്നു. അല്ലെങ്കിൽ ബാഗിൽ അമ്മമാർ പരിശോധിക്കുന്നില്ല, ബാഗിൽ വേറെ ഒരു ഡ്രസ്സ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ കുട്ടികളെല്ലാം പറയുന്നത് അല്ലെ, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. കുറച്ച് കഴിഞ്ഞ് ഇന്നലെ ഉണ്ടായ സംഭവമാണ്. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യും, ഒരു കുറെ കഴിഞ്ഞ് വേറെ യൂണിഫോം മാറ്റി വേറെ ഡ്രസ് ഇട്ട് കറങ്ങി നടന്നിട്ട് തിരിച്ചു വരാൻ 4 മണിയാകുമ്പോൾ ബസ് തിരിച്ച് ആ സമയത്ത് വരിക എന്നുള്ളതാണ് അവർ പ്രാക്ടീസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. വിജയികളായ വിദ്യാർത്ഥികൾ ഡിവൈഎസ്പിയിൽ നിന്ന് ക്യാഷ് അവാർഡും മെമന്റോയും ഏറ്റുവാങ്ങി. ബാങ്ക് പ്രസിഡന്റ് TG ബേബി അധ്യക്ഷനായിരുന്നു. കേരള ഡെന്റൽ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ത്തിലേക്ക് എത്തുവാൻ വേണ്ടി കുതിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളാണ് നിങ്ങളൊക്കെ തന്നെ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കിലുക്കം സിനിമയില് ഇന്നസെന്റ് പറയുന്ന ഒരു വാചകം അല്ലേ, എന്താ ലോട്ടറി നോക്കുമ്പോ ശരിയാണ്, ഇതുവരെ വളരെ ശരിയാണ് അല്ലേ, യു ആർ ദ റൈറ്റ് ട്രാക്ക്, ഇതുവരെ വളരെ ശരിയാണ്. പക്ഷെ ഇതുവരെയാണ് വളരെ ശരി, ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ A+ന്റെ ഭാരം, നിങ്ങളുടെ തലയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു തടസ്സമായി മാറരുത്. A+ ഒരു അംഗീകാരമാണ്. A+ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്ത ജോലി ശരിയായിരുന്നു എന്ന്. യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. പക്ഷെ അത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ കൂട്ടണം. ഈ അഭിനന്ദനങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുത്. Hitch your wagons to the sky and to the stars. റാൽഫ് നഡേഴ്സൺ പറഞ്ഞൊരു വാചകമാണ്. നിങ്ങളുടെ നക്ഷത്രങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ എന്തിനോട് കൂട്ടിക്കെട്ടണം? നക്ഷത്രങ്ങളോട് കൂട്ടിക്കെട്ടണം. ആകാശത്തോളം ആഗ്രഹിക്കണം. അങ്ങനെ ആകാശത്തോളം ആഗ്രഹിക്കുമ്പോ A+ന്റെ ഭാരങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിട്ട് ജീവിത വിജയം നേടുമ്പോ, ജീവിത വിജയം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലും മാനവികതയിലും ഉറച്ചു നിൽക്കുന്ന ശരിയായ വിദ്യാഭ്യാസ രീതി കണ്ടെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. GCDA ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് KK ഷിബു, മുൻ നഗരസഭാ ചെയർമാനും KTDC ബോർഡ് അംഗവുമായ വെന്നി മൂഞ്ഞേലി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ TY ഏലിയാസ്, മുൻ നഗരസഭാ വൈസ് ചെയർമാൻ സജി വർഗീസ്, ബാങ്ക് ആക്ടിംഗ് സെക്രട്ടറി സീന തോമസ്, ഡയറക്ടർ ബോർഡ് അംഗം MJ ബേബി, വിദ്യാർത്ഥി പ്രതിനിധി ശിവഗംഗ പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സഹകാരികളും ഉന്നതി 2024 ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.